നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ദേവികേ, നിന്റെ കയ്യിൽ കാശ് വല്ലതും ഇരിപ്പുണ്ടോ? എന്തിനാ? എനിക്ക് കുറച്ച് വേണമായിരുന്നു. ആവശ്യം എന്താണെന്ന് പറയാമേ. ആവശ്യം അറിഞ്ഞാലേ നീ തരൂ. കടമായിട്ട് കൊടുത്താ മതി. വെറുതെ കൊടുക്കാമോ തശി? പക്ഷെ എന്തിനാ കാശെന്ന് എനിക്കറിയണം. അതെന്തിനാ നീ അറിയുമേ? ആ കാശ് ശരത്തിനെ പുറത്തിറക്കാൻ ഉപയോഗിക്കാൻ പാടില്ലെന്ന് എനിക്ക് നല്ല നിർബന്ധമുണ്ട്. അതുകൊണ്ടാ ഞാൻ ചോദിച്ചത്. അവന് ഞാൻ പുറത്തിറക്കിയ നിനക്കെന്താ? പുറത്തിറക്കിക്കോ, എന്റെ കാശ് ഉപയോഗിച്ച് വേണ്ട. ഇത്രയ്ക്ക് അഹങ്കാരം പാടില്ലടി. അമ്മ നല്ലൊരു ക്രിമിനലാ ശരത്ത്. അച്ഛൻ ഈ വിധത്തിലാക്കിയത് അവനാ. അങ്ങനെ ഒരാളെ പുറത്തിറക്കണം നമ്മ വാശി പിടിക്കുന്നത് കാണുമ്പോ എനിക്ക് അമ്മയുടെ സഹതാപാ തോന്നുന്നേ. അമ്മയുടെ സ്ഥാനത്ത് ഇപ്പൊ വേറെ ഏത് സ്ത്രീ ആയിരുന്നെങ്കിലും ആ ശരത്തിനെ ശത്രുവായിട്ടായിരിക്കും കാണുന്നേ. നീ പറയുന്ന നുണ വിശ്വസിക്കാൻ ഞാൻ തയ്യാറല്ല. എനിക്ക് അവനെ എങ്ങനെയെങ്കിലും പുറത്തിറക്കിയേ പറ്റൂ. അതിന് കാശ് വേണം. ശരത്തിനെ ശിക്ഷിക്കാൻ ഞാൻ എത്ര പണം വേണമെങ്കിലും മുടക്കും. ചിലപ്പോ ഈ വീട് തന്നെ ഞാൻ വിറ്റൊന്നു വരും. പക്ഷെ രക്ഷിക്കാൻ ഒരു ചില്ലിക്കാശ് പോലും ഞാൻ മുടക്കില്ല. അമ്മ എങ്ങനെയൊക്കെ ശ്രമിച്ചാലും എന്റെ കയ്യിൽ നിന്ന് കിട്ടുമെന്ന് വിചാരിക്കണ്ട. ശരത്തിന്റെ അമ്മ പുറത്തിറക്കട്ടെ, അതല്ലേ വേണ്ടത്. നന്ദി വേണോടി, നന്ദി. ഈ വീട്ടിൽ താമസിച്ച് നിന്നെ കെട്ടാൻ പോയതുകൊണ്ടല്ലേ അവനിപ്പോ അകത്തായത്. അതുകൊണ്ടല്ല അമ്മേ, അവൻ തെറ്റ് ചെയ്തിട്ടുണ്ട്, അതാ കാരണം. ശരത്തുമോൻ തെറ്റ് ചെയ്തെന്ന് ഞങ്ങൾ ആരും വിശ്വസിക്കുന്നില്ല. ഇക്കാര്യത്തിൽ പാർവതി പറയുന്നത് ശരി. ശരത്തിനെ പുറത്തിറക്കേണ്ടത് നമ്മളാ, അല്ലാതെ പ്രഭാവതി അല്ല. അത് നമ്മുടെ എല്ലാവരുടെയും കടമയാണ്. ആയിക്കോട്ടെ, നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നതെങ്കിൽ എന്ത് വേണമെങ്കിലും ആയിക്കോ. പക്ഷെ എന്നെയോ എന്റെ കാശോ അതിനു വേണ്ടി പ്രതീക്ഷിക്കരുതെന്ന് എനിക്ക് പറയാനുള്ളൂ. ശരിയല്ല എന്നിട്ട് ഞാൻ പറഞ്ഞത്? ശരിയായിടത്തി, കേട്ടല്ലോ. 101% ശരിയാ. നമ്മുടെ കാശുകൊണ്ട് അയാള് പുറത്തിറങ്ങണ്ട. ഇനി എന്നോട് ചോദിക്കാതെ അവനെ പുറത്തിറക്കാൻ വേറെന്തെങ്കിലും വഴി അന്വേഷിക്കേ.